നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ രേഖ്ധഡ തീരത്ത് സംശയാസ്പദമായ രീതിയിൽ അജ്ഞാത ബോട്ട് കണ്ടെത്തി. ഈ അജ്ഞാത ബോട്ടിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടോ എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ അങ്ങനെ ഒരു ബോട്ട് കാണേണ്ട ഒരു തരത്തിലുമുള്ള സാധ്യതയുമില്ല. പിന്നെ ഈ ബോട്ട് എവിടെ നിന്ന് വന്നു? എന്തായാലും ഇന്ത്യയുടെ ബോട്ടല്ല എന്ന് വ്യക്തമാണ്. എന്തായാലും ഈ അജ്ഞാത ബോട്ടിന്റെ ഉടമ ആരാണ് എന്നുള്ള കണ്ടെത്തലിന് ഇപ്പോൾ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ആകാശമാർഗം ഹെലികോപ്റ്റർ അയച്ചടക്കമുള്ള നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. തീരദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രേവധഡയിലെ കോർലൈ തീരത്ത് നിന്ന് ഏകദേശം 2 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബോട്ട് കണ്ടത്. മറ്റൊരു രാജ്യത്തിന്റെ അടയാളങ്ങളാണ് ബോട്ടിലുള്ളത് എന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് പോലീസ് പറയുന്നു. റായ്ഗഡ് തീരത്തേക്ക് ബോട്ട് ഒഴുകിയെത്തിയതാണെന്നാണ് നിഗമനം. പാക് ബോട്ടാണെന്നും സംശയിക്കുന്നുണ്ട്. റായ്ഗഡ് പോലീസ്, ബോംബ് സ്ക്വാഡ്, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ ടീമുകൾ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. റായ്ഗഡ് പോലീസ് സൂപ്രണ്ടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. കനത്ത മഴയും ശക്തമായ കാറ്റും കാരണം ബോട്ടിനടുത്തേക്ക് എത്താനായിട്ടില്ല. മുൻകരുതൽ നടപടിയായി വലിയ പോലീസ് സംഘത്തെ പ്രദേശത്ത് വിന്യസിച്ചു. ജില്ലയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ബോട്ടിൽ മറ്റൊരു രാജ്യത്തിന്റെ അടയാളമുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. രേവ്ഗഡ് തീരത്ത് ബോട്ട് ഒഴുകി എത്തിയതായിരിക്കാം എന്നും സംശയിക്കുന്നതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് റായ്ഗഡ് പോലീസ്, ബോംബ് ഡിറ്റക്ടർ ആൻഡ് ഡിസ്പോസൽ സംഘം എന്നിവർ എത്തിയിട്ടുണ്ട്. നേവിയും എത്തിയിട്ടുണ്ട്. തീരസംരക്ഷണ സംഘം, ദ്രുതകർമ്മസേന എന്നിവർ അടങ്ങുന്ന സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ബോട്ടിന് അടുത്തേക്ക് എത്താനുള്ള പരിശ്രമം കനത്ത മഴയെ തുടർന്ന് തടസ്സപ്പെട്ടതായി റായ്ഗഡ് പോലീസ് സൂപ്രണ്ട് ആഞ്ചൽ ദലാൽ പറയുന്നു. ബാർജ് ഉപയോഗിച്ച് ദല്ലാൽ തന്നെ ബോട്ടിന് അടുത്തേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥ തുടർന്ന് തിരിച്ച് വരികയായിരുന്നു. ജില്ലയുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ തന്നെ വിന്യസിച്ചതായും അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വലിയൊരു പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും മുൻകരുതൽ നടപടിയായി ജില്ലയിലെ മൊത്തത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പരിശോധന നടത്താനൊരുങ്ങുകയാണ് കോസ്റ്റ് ഗാർഡ്.